നമ്മുടെ നാട്ടിലെ ക്രയോൺ കിഡ്സ് എന്ന നമ്മുടെ സത്യം പറയുകയാണെങ്കിൽ എൻ്റെ വാർഡിലെ ഏക സ്കൂളായ നമ്മുടെ മുട്ടിപ്പാലത്തെ 32-ാം വാർഡിലെ ഏക സ്കൂളായ നമ്മുടെ മറ്റേ സ്കൂളൊക്കെ ആനക്കയം പഞ്ചായത്തിൽ, നമ്മളെ മുട്ടിപ്പാലം ഞാൻ പഠിച്ചു വളർന്ന സ്കൂൾ ആനക്കയം പഞ്ചായത്തിലാണ്. നമ്മളെ ഈ വാർഡിലെ ഏക സ്കൂളായ ക്രയോൺ കിഡ്സിൻ്റെ 3-ാം വാർഷികത്തിന് ഈ വാർഡിൻ്റെ കൗൺസിലർ എന്ന നിലയ്ക്ക് എന്നെ ക്ഷണിച്ച ഇവിടുത്തെ സ്വാഗതം ആശംസിച്ച ജാബർ മാഷിനും ഈ സ്കൂളിൻ്റെ സ്റ്റാഫിനും ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഈ 3-ാം വാർഷികത്തിൻ്റെ ഉദ്ഘാടക ആനക്കയം പഞ്ചായത്തിൻ്റെ പ്രിയപ്പെട്ട അധ്യക്ഷ ബുഷറ മാം, ആനക്കയം പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും പ്രിയപ്പെട്ട സുഹൃത്തുമായ ഹാഷിദ്, ഒരു പാട്ട് കൊണ്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ഈ സദസ്സിനെയും നമ്മെയും കോരിത്തരിപ്പിച്ച നമുക്കേവർക്കും പ്രിയങ്കരിയായ പ്രിയപ്പെട്ട നമ്മുടെ മുത്തുമണി ശ്രീത, പ്രിയപ്പെട്ട അധ്യാപകരെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ സ്കൂളിലെ പിഞ്ചുമക്കളെ, കൂടുതലായി ഒന്നും പറയുന്നില്ല. കാരണം നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുമക്കളെ കലാപരിപാടികൾക്ക് വേണ്ടിയാണെന്ന് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും നല്ല ഉത്തമ ബോധ്യമുണ്ട്. നമ്മുടെ ഈ വാർഡിലെ നമ്മുടെ നാട്ടിലെ മുട്ടിപ്പാലത്തെ ഈ ക്രയോൺ കിഡ്സ് എന്ന സ്ഥാപനം ഇവിടെ ഫസ്റ്റ് ടൈമിൽ വന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മാഷക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. മാഷ് ഇവിടെ റോഡിൽ നിന്ന് എന്നെ കണ്ടിരുന്നു. അപ്പോൾ മാഷ് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ തുടങ്ങാൻ ഞങ്ങൾ നോക്കിയിട്ടേ ഉള്ളൂ, തുടങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് മാഷക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, കറക്റ്റ് അറിയില്ല. പക്ഷേ അന്ന് കണ്ട, ഞാൻ അതിന് ശേഷം 1-2 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, ഒരു സ്കൂൾ എങ്ങനെ ആവണം എന്നുള്ളതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഇത്. പിന്നെ നമ്മൾ പ്രത്യേകം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളെ ചെറുപ്പകാലത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മളെ മാതാപിതാക്കൾ പറയും 3-ാം വയസ്സിൽ കുട്ടികൾക്ക് ഭ്രാന്താണ്, മൂച്ച് ഭ്രാന്താണെന്ന് പറയും. ആ ഒരു പ്രായത്തിൽ, നമ്മൾ നോക്കിയാൽ എത്താത്തൊരു പ്രായത്തിലാണ് നമ്മുടെ മക്കളെ നമ്മളിവിടെ കൊണ്ടുവന്ന് നിർത്തുന്നത്. അപ്പം നമ്മൾ നോക്കുന്നതിലുപരിയായി, അതിലേറെ നമ്മുടെ മാതാപിതാക്കൾ നോക്കുന്നതിലുപരിയായി നമ്മുടെ മക്കൾ നമ്മുടെ ഇവിടുത്തെ അധ്യാപകർ നോക്കുന്നുണ്ട് എന്നിൽ നമുക്ക് 100% നമുക്ക് അഭിമാനിക്കാം. ഈ സ്കൂളിനും അധ്യാപകർക്കും സ്കൂളിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾക്കും ഈ വാർഡിൻ്റെ കൗൺസിലർ എന്ന നിലക്കും മുട്ടിപ്പാലത്തെ ഈ നാട്ടിലെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലക്കും എല്ലാവിധ പിന്തുണയും ഉണ്ടാവും എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടിക്ക്, ഈ വാർഷികത്തിന് എല്ലാവിധ പിന്തുണയും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. മഞ്ചേരി മുനിസിപ്പാലിറ്റി കൗൺസിലർ ശ്രീ റഹ്മാൻ ഹൃദയമായ നന്ദി. തുടർന്ന് ആശംസ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ആനക്കയം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ഷാഹിദ് സിയെ സ്നേഹോഷ്മമായി ക്ഷണിക്കുന്നു. ഹാഷിദ് സിയെ ക്രയോൺ കിഡ്സ് എന്ന ഈ കൊച്ചു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ 3-ാം വാർഷികത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറും കൂടിയായ എൻ്റെ പ്രിയ സുഹൃത്തായ പ്രിയപ്പെട്ട ജാബിർ മാസ്റ്റർ, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ബുഷറ അവറുകൾ, അതുപോലെ തന്നെ ഈ പ്രദേശത്തെ കൗൺസിലറും കൂടിയായ എൻ്റെ അടുത്ത സുഹൃത്ത് എന്ന് പറയാം പ്രിയപ്പെട്ട ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായ മഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ കെ മുജീബ് റഹ്മാൻ, മംഗലത്തോടി MT മുജീബ് റഹ്മാൻ, അതുപോലെ തന്നെ നമ്മുടെ അതിഥിയായി നമ്മളൊക്കെ ഒരു പാട്ടുപാടി ഇവിടെ ത്രസിപ്പിച്ച ശ്രീത അടക്കമുള്ള ഈ ചടങ്ങിനെത്തിച്ചേർന്ന ഈ വിദ്യാലയത്തിലെ രക്ഷിതാക്കളെ, പ്രദേശത്തെ നല്ലവരായ നാട്ടുകാരെ, നമ്മുടെ പിഞ്ചുകുട്ടികളുടെ പരിപാടി കാണാനും അത് വീക്ഷിക്കാനും ഒക്കെ ഇവിടെ എത്തിയ ഈ സഹായത്തിൽ വലിയൊരു ഉദ്ഘാടന ചടങ്ങ് നീണ്ടുപോയി എന്നത് യാഥാർത്ഥ്യമാണ്. എങ്കിലും ഈ സ്ഥാപനത്തെ പറ്റി 1-2 വാക്കുകൾ പറയാതെ പോവുക എന്ന് പറഞ്ഞാൽ ശരിയല്ല എന്ന് എനിക്കറിയാം. ഈ സ്ഥാപനം 3 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലൊക്കെ ഇവിടെ സൂചിപ്പിച്ചു. 20 കുട്ടികളെ കൊണ്ട് തുടങ്ങിയ ഒരു ചെറിയ സംരംഭം
കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ വളർന്നു വരുന്ന ഒരു പാദ്യഘട്ട സമയമാണ് ഒരു 3 വയസ്സ്. ആഫ്റ്റർ 3 ഇയേഴ്സിന് ശേഷമുള്ള ആ ഒരു ഏജ് എന്ന് പറഞ്ഞ കുട്ടികളുടെ ബുദ്ധിയൊക്കെ വരുന്ന, അല്ലെങ്കിൽ ആളുകളെ അടക്കം തിരിച്ചറിഞ്ഞു കൊണ്ടുവരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ജാബിർ മാഷിന്റെ നേതൃത്വത്തിൽ ഈ ക്രയോൺ എന്ന വിദ്യാഭ്യാസ സ്ഥാപനം അവരുടെ പ്രീ KG മുതൽ, അതായത് നമ്മുടെയൊക്കെ കുട്ടികൾ മുൻകാലങ്ങളിലൊക്കെ നമുക്ക് അംഗനവാടിയും അതുപോലെ തന്നെ LKG UKG എന്നൊക്കെ സംവിധാനത്തിലൂടെയാണ് നമുക്കൊക്കെ മുമ്പൊക്കെ പഠിച്ച് വളർത്താൻ സാധിച്ചത് എങ്കിൽ അതിനൊക്കെ വിഭിന്നമായിക്കൊണ്ട് LKGക്ക് മുന്നേ പ്രീ KG ആരംഭിച്ചുകൊണ്ട് ആ പ്രീ KG സെക്ഷനും അതുപോലെ തന്നെ LKG സെക്ഷനും UKG ഒക്കെ കഴിഞ്ഞ് 3 വർഷം ഈ സ്ഥാപനത്തിൽ ആ കുട്ടിയുടെ ആ ആദ്യഘട്ട സമയത്ത് ഇവിടുത്തെ ആ പഠനം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ വലിയ ഒരു മുതൽക്കൂട്ടാവും എന്നതിനകത്ത് യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഈ സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജാബിർ മാഷ് ഒക്കെ അടക്കമുള്ള ആളുകൾ, വിദ്യാഭ്യാസ വിദഗ്ധൻ എന്ന് തന്നെ നമുക്ക് ജാബിർ മാഷൊക്കെ പറയാം. ഒട്ടനവധി വിദ്യാഭ്യാസ മേഖലയിലൊക്കെ കഴിവ് തെളിയിച്ച, അതിനൊക്കെ പ്രാതിനിധ്യം തെളിയിച്ച അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മറ്റു കുടുംബങ്ങളൊക്കെ ഒന്നും കാണാതെ, അല്ലെങ്കിൽ ആ രീതിയിലൊന്നും കിടക്കാതെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം 24 മണിക്കൂറും ജീവിതം മാറ്റിവെച്ച രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. നമ്മളൊക്കെ പല ഘട്ടത്തിലും പല സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ ദൈനംദിന അല്ലെങ്കിൽ മറ്റുള്ള പൊതുപ്രവർത്തന മേഖലക്കൊക്കെ ഞങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ വീട് ഒരു ഓഫീസായി ഉപയോഗിക്കേണ്ട സാഹചര്യം നമുക്കുണ്ടാവാറുണ്ട്. കാരണം അദ്ദേഹം അവിടെ ഉണ്ടാവില്ല. അദ്ദേഹം ഒരു ബാഗും ഒരു ലാപ്ടോപ്പൊക്കെ പിടിച്ചുകൊണ്ട് അന്യ ജില്ലകളിലും അതുപോലെ തന്നെ മറ്റുള്ള വിദ്യാഭ്യാസ സ്ഥാപനവുമായി ബന്ധപ്പെട്ട പല പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ജാബിർ മാഷ് നേതൃത്വം നൽകുന്ന ഒരു കിഡ്സ് ക്രയോൺ എന്ന ഈ സ്ഥാപനം എന്തുകൊണ്ടും ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് ഭാവിയിൽ അവരുടെ ജീവിതം ധന്യമാവാൻ അത് സാധിക്കും എന്നതിനകത്ത് യാതൊരു സംശയവുമില്ല. എനിക്ക് ഇവിടുത്തെ അധ്യാപകരോട് ഒറ്റ കാര്യമേ സൂചിപ്പിക്കാറുള്ളൂ. 3 വയസ്സ് കഴിഞ്ഞ അത് നിങ്ങളെടുത്തെത്തുന്ന ആ കുട്ടിക്ക് എന്തൊക്കെ ന്യൂനതകളുണ്ട്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് എന്തൊക്കെ കഴിവുകളുണ്ട് എന്ന് അവരെ രക്ഷിതാക്കളെക്കാളും നിങ്ങൾക്കാണ് തിരിച്ചറിയാൻ സാധിക്കുക. അത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അവരെ രക്ഷിതാക്കളെ അറിയിക്കാനുള്ള സാഹചര്യം, അത് നിങ്ങൾ ക്യാച്ച് ചെയ്യാനുള്ള സംവിധാനം നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അവരെ രക്ഷിതാക്കളെ നിങ്ങൾ അറിയിക്കണം. പകൽ സമയത്ത് ആ കുട്ടികൾ കൂടുതൽ സമയം ഇവിടെയാണ് വിനിയോഗിക്കുന്നത്. പിന്നീടുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കലാലയത്തിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ അവർ ഭക്ഷണത്തിന് ശേഷം ചിലപ്പോൾ ഒന്ന് അന്തി ഇറങ്ങും. പിന്നെ വൈകുന്നേരം കുറഞ്ഞ സമയം നമുക്ക് ഈ കുട്ടികളെ അവരെ രക്ഷിതാക്കൾക്ക് കിട്ടുന്നുള്ളൂ. പിന്നീട് രാത്രി അവർ അന്തി ഉറക്കത്തിനാണ്. രാവിലെ അവരെയൊക്കെ ഫ്രഷാക്കിക്കൊണ്ട് വീണ്ടും ഈ കലാലയത്തേക്ക് എത്തുമ്പോൾ അവരുടെ ആ ജീവിതത്തിലെ നല്ല സമയം, ആ ഡേ ടൈം നിങ്ങളടുത്താണ് ഈ പിഞ്ചു കുട്ടികളുള്ളത്. അവർക്ക് എന്തെങ്കിലും ന്യൂനതകളുണ്ടോ, അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും നല്ല നല്ല കഴിവുകളുണ്ടോ എന്നൊക്കെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുക നിങ്ങൾ ഈ പഠിപ്പിക്കുന്ന കുട്ടികളുടെ അധ്യാപകരിലൂടെയാണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൽ പഠിച്ചു വളർന്ന കുട്ടികൾക്ക് അവരുടെ മുന്നോട്ടുള്ള വിദ്യാഭ്യാസ ജീവിതമൊക്കെ ധന്യമാവട്ടെ. ഒരുപാട് ആളുകൾ ഈ മേഖലയിൽ കടന്നു വന്ന് ഈ സ്ഥാപനത്തിൽ പഠിച്ച പ്രാരംഭ വിദ്യാഭ്യാസത്തിന് ശേഷം ഉന്നത സ്ഥാനങ്ങളിൽ എത്താൻ നമുക്കൊക്കെ ഈ വിദ്യാലയത്തിലൂടെ സാധിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എത്തിച്ചേർന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ.